ഹലോ, വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ, ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ അല്ല, ഇതൊരു മിനി വ്ളോഗാണ്. നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് പാലക്കാട് നെന്മാറയിലെ ഒരു പെറ്റ്സ് പാർക്കിലാണ്. വ്ളോഗ് എടുക്കാൻ വേണ്ടി പോയതൊന്നുമല്ല, പെരുന്നാളായിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാണ്. പക്ഷെ അവിടുത്തെ പെറ്റ്സിനൊക്കെ കണ്ടപ്പം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നിട്ടോ. പാലക്കാട്ടിലെ ആദ്യത്തെ പെറ്റ്സ് പാർക്കാണ് കേട്ടോ ഇത്. ഇവിടുത്തെ അനിമൽസ് ഒക്കെ ഭയങ്കര വെറൈറ്റി ആണ്. ഇവിടുത്തെ എൻട്രൻസ് ചാർജ് ഒരാൾക്ക് വെറും 150 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സോ വിസ്തരിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ എന്നെ കൊണ്ട് ആകുന്ന മാതിരി ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ വ്ളോഗാണ്, അതുകൊണ്ട് എന്തായാലും മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഉറങ്ങുന്നത് ബംഗാൾ കാറ്റിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കുമ്പോൾ അമ്മക്കുച്ചിക്ക് എന്തോ ഒരു പന്തികേട്. സോ ഒന്ന് നോക്കാൻ വന്നതാന്ന് തോന്നുന്നു. എന്നെ കണ്ടപ്പോ ആളൊരു പോസും തന്നിട്ട് നടന്നു പോകുന്നതാണ് കേട്ടോ. അത് അടിപൊളിയായിട്ടില്ലേ പോസ്. പിന്നെ ഇവരെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ കാണാൻ മാത്രമേ ക്യൂട്ടായിട്ടുള്ളൂ കേട്ടോ. ആള് വയലന്റ് ആണ്. പിന്നെ ഒരു ഇഗ്വാനയാണേ. പിന്നെ നമ്മൾ പോയത് കറക്റ്റ് ഫീഡിങ് ടൈം ആയതുകൊണ്ട് അവർ ഫുഡ് എടുക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടു. ഇവന്റെ പേരെന്താ എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ആള് ഭയങ്കരമാണ്, കാണാൻ തന്നെ പേടിയാവുന്നുണ്ട്. നമ്മൾ പോയ സമയം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഇതിനും കൂട്ടുന്ന ഫീഡിങ്ങിനായിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ നോൺ വെജിറ്റേറിയൻ ആണെന്നാ തോന്നുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഷോ, കാണാൻ തന്നെ പേടിയാവുന്നില്ലേ. ഒരു സ്നേക്കിന്റെ ഒക്കെ ഒരു ലുക്ക്. വീഡിയോ ക്ലിപ്പ് കിട്ടാൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. ഇരുന്നും കിടന്നും ചെരിഞ്ഞൊക്കെയാ ഇതൊന്നും എടുത്തു തീർത്തത്. എന്റെ അടുത്ത് നിന്ന ആൾക്കാരൊക്കെ എന്നെ ഒരു നോട്ടം ഒന്ന് പോയി തരുന്നുണ്ടോ, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഇത് ഓസ്ട്രിച്ച് ആണ് കേട്ടോ. പിന്നെ വെറൈറ്റീസ് ഓഫ് കവും ഷീപ്പും ഗോട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എമു ആണ്. ഇവന്റെ കൊക്കില് ലീഫ് എന്തോ കുടുങ്ങിയിട്ട് അത് എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ക്യാമലാണ്. പിന്നെ ഹൈറ്റ് കുറഞ്ഞ പശു, പിന്നെ ഹോസ്, അങ്ങനെ നമ്മൾ അധികം കാണാത്ത അനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബീവർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓൾ ഫാമിലി കുളിയും കഴിഞ്ഞ് കയറി നിൽക്കുന്ന കേട്ടോ. നമ്മൾ പിന്നെ കുളിസീനൊന്നും എടുക്കാറില്ല. ഇവിടെ വളരെയധികം ബേർഡ്സിന്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ലവ് ബേർഡ്സും കോഴിയും പ്രാവും, ഓരോന്നിന്റെയും വെറൈറ്റീസ് തന്നെ ഉണ്ട്. കോഴികളുടെ വെറൈറ്റീസ് ഉണ്ട്, ലവ് ബേർഡ്സിന്റെ വെറൈറ്റീസ് ഉണ്ട്, പ്രാവിന്റെ വെറൈറ്റീസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്, ലിസർഡ്സ് ഉണ്ട്. പിന്നെ അതെല്ലാവർക്കും അറിയായിരിക്കും, ഇത് ഹാംസ്റ്റർ ആണ്. പിന്നെ ഇത് ബ്ലാക്ക് സ്വാൻ ആണ് കേട്ടോ. ഈ കാണുന്ന ഇഗ്വാനെ അവര് കയ്യിൽ പിടിക്കാൻ തരും കേട്ടോ. ഇപ്പൊ അവൻ റെസ്റ്റിൽ വെച്ചിരിക്കുക അവര്. ഈ പെറ്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേപോലെ സ്നേക്കിനെയും ഇഗ്വാനെയും എല്ലാം കയ്യിൽ തരും കേട്ടോ, തത്തയും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് പിടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഫിഷ് വെറൈറ്റീസും ഉണ്ട്. ഇത് അരാപ്പൈമയാണ്, ഇത് ഗോട്ട് ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ലവ് ബേർഡ്സിന്റെ കേജിൽ കയറിയിട്ട് അവർക്ക് തീറ്റ കൊടുക്കാനും അവര് നമ്മുടെ മേലൊക്കെ വന്ന് ഇരിക്കും കേട്ടോ. പിന്നെ ഈ ബേർഡ്സിനെ അനിമൽസിനെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ പെറ്റ് പാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. സോ പാലക്കാടുള്ളവരാണെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാരറ്റിനെയാണ് കേട്ടോ. കാരണം നമ്മൾ അടുത്ത് പോകുമ്പോഴേക്കും ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നിൽക്കുക കേട്ടോ അവൻ. അവസാനമായി ആ റെസ്റ്റ് ചെയ്യുന്ന ഇഗ്വാനെ എടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഈ വ്ളോഗും ചാനലിലെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.